ഹലോ ഗൈസ്, നമ്മൾ ടിബിലിസിയിൽ കേബിൾ കാറിൽ കയറാൻ പോണ്. അല്ല, കാട്ടാ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടിബിലിസിയിൽ ആറാടാൻ പറ്റുന്ന സ്നോ. വണ്ടർഫുൾ ഡേയ്സ്. അതായത് ഒന്നും പറയില്ല, സ്നോ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ടൈം. ഇതിലപ്പുറം എന്ന് പറഞ്ഞു ന്യൂമാനൊക്കെ അസുഖമുള്ള ന്യൂമാന് സ്നോയിലൊക്കെ മറിഞ്ഞ് കളിക്കുന്നത് കണ്ടാല് അസുഖമില്ല, അവൻ അഭിനയിക്കണമെന്ന് സംശയം ഉണ്ട് എനിക്ക്. കാരണം അമ്മാതിരി ആക്ടിങ് അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാലും ആ മഞ്ഞ് കണ്ട അവൻ കുത്തിമര. സലോമി മാഡം, യെസ്, വി ആർ ഗോയിങ് ഇൻ കേബിൾ കാർ ഇൻ ടിബിലിസി. ഞങ്ങളെ ഗൈഡ് ഉണ്ട്, ഇവരായിരുന്നു 3 ദിവസം ഞങ്ങളെ കൂടെ. നീങ്ങി കൊടുക്കടാ, കേറിക്കോട്ടെ, ചെവി കേറിക്കോട്ടെ. ഇതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. അൻവർ ഇവിടെ ഉള്ള സകല കുട്ടികൾ ഈ കേബിൾ കാറിൽ വലിച്ചു കയറ്റാൻ നോക്കി. അവര് ആദ്യം ഒരു ചേച്ചി അറിയാതെ കയറാൻ നിന്നേ. പിന്നെ ഇവര് അവളെ കുത്തളിപ്പ് കണ്ടപ്പോ ഇത് പ്രശ്നമാകും. ഷബീബ് സമ്മതിച്ചില്ല, ഷബീബ് സ്ഥലം കൊടുത്തില്ല. ഷബീബ് വെറുതെ നീങ്ങിതാ. ആകെ 2 ആളുണ്ടോ. ഷെബീൽ മറ്റേ കയ്യിലുണ്ടല്ലേ, ക്ലാസ്സിൽ മുകളിലൂടെ നമ്മൾ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂസും മഞ്ഞ് ഞങ്ങള് 5 ആൾക്കാർ. ചൊറിവേസിൽ ഷെബി മുങ്ങി, ഷെബി ജോർജ് കേബിൾ കാറിൽ പോകുന്നു. തടാകം മിക്കവാരി റിവറിന്റെ മുകളിലൂടെ അങ്ങനെ പോവാണ്. ടിബിലിസിയിൽ നമ്മള് കേറിയ കേബിൾ കാറിന്റെ സ്റ്റേഷനാണ്. അപ്പൊ ഈ മഞ്ഞ് പൊതിഞ്ഞ ടിബിലിസിയാണ് ചുറ്റിലും കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമായ കാഴ്ച. പക്ഷെ റോപ്പ് മുഴുവൻ ഐസ് മുടിയിരിക്കുന്നു. ആകെ പ്രശ്നം. വീടിനൊപ്പം കയറാൻ ഞങ്ങൾക്ക് ഇവിടുത്തെ ചരിത്രങ്ങളും ഈ ടിബിലിസിയുടെ ചരിത്രങ്ങളിലൂടെ ഞങ്ങൾ പോകുന്നത്. അതിന് വെറുതെ അൻവർ ആവേശത്തിൽ അൻവർ ഭയങ്കര ചരിത്ര കുതുക്കിയാണ് ഞാനാണ് ചോദിച്ചതാണ്. ഇതിപ്പോ കാണലടക്കൂലട്ടാ. ടിബിലിസിയുടെ മുകളിലൂടെ ഞങ്ങൾ യൂണിവേഴ്സ് കാരണം ഞങ്ങൾക്ക് ഹിസ്റ്ററി കാര്യങ്ങളാണ് അറിയേണ്ടത് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ അൻവർ യാന്നൊക്കെ പറയുന്നുണ്ട്. വല്ലതും മനസ്സിലാക്കി ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ടിബിലിസിയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് സ്നോ. നമ്മളിപ്പോ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി. ഇതൊരു വൈറ്റ് ഓഫ് ടിബിലിസി. വാട്ട് എ ബ്യൂട്ടിഫുൾ ടിബിലിസി. ഹലോ ഗൈസ്, നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാരും അവിടെ അന്തം വിട്ട് നിൽക്കണം. ഇനി എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. ബാക്കിൽ മഞ്ഞ് പുതച്ച ടിബിലിസിയാണ്. ദൂരക്കാഴ്ച കിട്ടുന്നില്ല, പക്ഷെ എന്നാലും മൊത്തത്തിൽ ഐസ്ക്രീം ഒരുക്കി വെച്ച പോലെ ഉണ്ട്. ഇത് ടിബിലിസിയുടെ ഒരു ആകാശ കാഴ്ചയാണ്. നമുക്ക് ആ കേബിൾ കാർ വഴിയാണ് നമ്മൾ വന്നത്. ഇത് അല്ലെങ്കിൽ ഇത് കുറച്ച് വ്യക്തമായിട്ട് കിട്ടും. ഇത് മഞ്ഞാതുണ്ട്, ദൂരക്കാഴ്ച ഇല്ല, പക്ഷേ നല്ല രസം. ഒരു വെള്ള ടൗണ്. നമ്മൾ മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ സംഭവം കാണാൻ പോവാണ്. അപ്പോൾ ഇവിടെ നല്ല സ്നോഫാളി. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് കോട്ടും സൂട്ടൊക്കെ ഇതൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതവിടെ ചേച്ചി ഇത് കോരുക. ഇതോടെ ഡെയിലി ഇത് കോരിയാലേ ഇവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. നമ്മളെ കൊടൈക്കനാൽ ഊട്ടിലൊക്കെ പോയണ്ടല്ലോ, കുറേ സംഭവങ്ങൾ ഇതൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ കുറേ സാധനമുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായി. നമ്മൾ മദർ ഓഫ് ജോർജിയ കാണാൻ എന്നാണ്. മദർ ഓഫ് ജോർജിയയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ എൻ്റെ പിറകെ. കാണുന്നുണ്ടാ? നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏതാണ്ട് ആ ഭാഗത്ത് എൻ്റെ പിറകിൽ നമ്മളൊരു പോലീസുകാരനുണ്ട് കേട്ടാ. കുറച്ചും കൂടി പൊട്ടാ. ഇതാ നമ്മളെ ബാഹ സാർ എത്തി. സ്റ്റാച്ചു. ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോവാണ്. അപ്പോൾ വാഹ സാറ് കണ്ടുവരുവാണ്. ആ സാറിന് എന്താ വലിയ നിന്നില്ലവിടെ. ഞാൻ ബോസിൽ തിരിച്ചു പോന്ന്. അപ്പോൾ നമ്മൾ തണുപ്പൊക്കെ കൊണ്ട് ഗ്ലൗവും ഇല്ല, തൊപ്പിയില്ല, തണുപ്പ് ആസ്വദിക്കാൻ വന്നാണ്. പക്ഷെ ചെവിയൊന്നും ഞാൻ തൊട്ടിട്ട് ചെവി മനസ്സിലാവില്ല. എൻ്റെ കൈ കൊണ്ട് തൊട്ടാൽ കൈയൊന്നും മനസ്സിലാവില്ല.
നമ്മൾ മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്യൂവിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഓ മൈ ഗുഡ്നസ്, അവർ മിസ്റ്റർ ഡിയറസ്റ്റ് ആൻഡ്രൂ ഇസ് ദേർ. ആൻഡ്രൂ നമ്മുടെ ഏറ്റവും ടീം. ഓക്കെ, താങ്ക് യു. ആൻഡ്രൂ നമ്മുടെ സെറ്റ് മനുഷ്യനാണ്, നമ്മുടെ ടീമിന്റെ ലീഡറാണ്. അപ്പം നമ്മളിതാ ഫുള്ള് സ്റ്റാച്ചു ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ സംഭവം? സ്റ്റാച്ചു, വലിയൊരു സ്റ്റാച്ചു. പിന്നാന്താവൂത കണ്ടിട്ട് പഠിച്ചത്. ടിബിലിസിയുടെ വേറൊരു സൈഡാണ് കാണുന്നത്. ഇവിടെ വീടുകളില്ല, ഇപ്പോൾ ഒരു 1-2 ബിൽഡിങ്ങുകളെ കാണുന്നത്. പക്ഷെ ഇവിടെ വെറും ഒരു കാട് വരക്ക് തോന്നുന്നുണ്ട്, വീടുകളുണ്ട്. പക്ഷെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് വൈറ്റ്. ദൂരെ അവിടെ ഒരു ബിൽഡിങ് കാണുന്നത്. നമ്മുടെ ചുറ്റിനും. ഓ മൈ ഗോഡ്, മനുഷ്യനിത് പറഞ്ഞിട്ടും പുതിയൊരു പൂതി കരുതിയില്ല. അവിടെത്തന്നെ ക്രിയ മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്യൂലാണ് ഗൈസ് നമ്മളിവിടെ ഉള്ളത്. നമ്മൾ നല്ല വൈബോസ്കി നായി കണ്ട എല്ലായിടത്തും ഇട്ട്. അവർ ഭയങ്കര ക്യൂട്ടായിട്ട് പിന്നാലെ നടക്കുന്നത്. ആളുകളോട് പെരുമാറി പരിചയമുള്ള നായ്ക്കൾ. ഒരു അൺബിലീവബിൾ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്തെങ്കിലും സ്വതറായിന്ന്. സിനിമാറ്റിക് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വെയ്യ പടച്ചോനെ, ഒന്ന് ഇവിടെ കളറായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. തരി അടക്കി ഇവര് ആളൊന്ന് കഴിഞ്ഞിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഇതിൻ്റെ പടച്ചോനെ ഇങ്ങോട്ട് നോക്കി. ഗായ്സ്, നമുക്ക് നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടി. പക്ഷെ എനിക്കധികം ടൈം അവിടെ കിട്ടിയില്ല. അതന്നെ എനിക്കൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. അടിപൊളി പറഞ്ഞാൽ അവിടെ നമ്മൾ മാത്രം കളറായിട്ടുള്ളേ. ഓ, അമീർഭായി നബിയിലാണ് ഫോട്ടോ എടുത്തത്. അടിപൊളി ഇടിച്ചില്ല സാധനം. എനിക്ക് തോന്നുന്നു നമ്മൾ ആ സാധനത്ത് ആദ്യം തന്നെ പോയിരുന്നെങ്കിൽ ഓരല്ലുണ്ടാവില്ല. സൂപ്പർ അൺബിലീവബിൾ. എന്താ പറയാ, നമ്മള് മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്യു കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. ഞങ്ങൾ 5 ആൾക്കാരായി ലാസ്റ്റ് മൂത്രയൊക്കെ മുട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണെങ്കിലും ഞങ്ങൾ തിരിച്ചിറങ്ങി കൊണ്ടിരിക്കാണ്. നമുക്ക് ബാക്കിൽ ജോർജിയയുടെ വൈറ്റ് ജോർജിയ. നമ്മൾ കേബിൾ കാറിൽ പോയി തിരിച്ചെത്തി. ഇവിടെ 2 നായ്ക്കളെ മക്കളെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കട്ടെ. അവര് നമ്മളുടെ ടൂർ വന്ന മാതിരി ആദ്യമായിട്ട് കാണാൻ പോകുന്നുണ്ട്. പഹന്മാര് ഇതിൽ കിടന്ന് മറിയാം. അതേമാതിരിക്ക് മരണം എന്നൊക്കെ ഉണ്ട്. ഡ്രസ്സ് കേടരും. കഞ്ചിൻ്റെ അടിയിൽ പുല്ലാണ്. ഇതിൻ്റെ ഇടയിൽ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിലല്ല പിന്നെ ഞാൻ അതായിട്ട് നടക്കേണ്ടി വരും.